ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഗുലാബ് ജാമുൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 4 മുട്ടയും 1 കപ്പ് മൈദയും വെച്ചിട്ട് ഒരു വാനില സ്പോഞ്ച് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നില്ല. ഇത് 8 ഇഞ്ച് പാനിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ചൂടാറിയ ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ വെക്കേണ്ടത് എപ്പോഴും കേക്കിൻ്റെ മുകൾ ഭാഗമായിരിക്കണം. അപ്പോഴാണ് ഇത് ഐസിങ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് ഗുലാബ് ജാമുൻ്റെ ആ ഒരു സിറപ്പ് വെച്ചിട്ടാണ് വെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗുലാബ് ജാമുൻ്റെ പീസ് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാബ് ജാമുനാണ്. അതേപോലെ കുറച്ച് ബദാം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കേക്കിൻ്റെ അടിഭാഗമാണ് ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. അതും വെറ്റ് ചെയ്ത ശേഷം മുഴുവനായിട്ടൊന്ന് കുറച്ച് ക്രീം വെച്ചിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഫൈനൽ കോട്ട് ക്രീം കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ക്രീമിൽ കുറച്ചൊരു യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഇവിടെ ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്രീമിൽ കുറച്ചൊരു ഓറഞ്ച് കളർ ചേർത്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് കുറച്ചൊരു വലിയൊരു ഹോൾ ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ചെയ്ത ശേഷം ആ സ്പൂൺ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം പിന്നെയും ചെയ്തെടുക്കാൻ. മുകളിൽ വൈറ്റ് കളർ ക്രീം വെച്ചിട്ട് ഒരു ബോർഡറും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി അതിനുള്ളിലായിട്ട് ചുറ്റിലും കുറച്ച് ഗുലാബ് ജാമുനും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് പിസ്ത സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് ബേസിൻ്റെ വെയിറ്റ് കൂടാതെ 1 കിലോയും 70 ഗ്രാമാണ് വരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.